ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫോർത്ത് സെമ്മിലെ ഫസ്റ്റ് മൈക്രോബയോളജി ക്ലാസ് ആണ്. സോ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലിനിക്കിലാണ്. സോ നമ്മുടെ മൈക്രോബയോളജി ക്ലാസ് ഫുള്ള് വരുന്നത് നമുക്ക് ക്ലിനിക്സിലാണ് കേട്ടോ. നമ്മളങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ബസ്സൊക്കെ കയറി നേരെ ക്ലിനിക്സിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് തേർഡ് സെമ്മിലും ഈ ഒരു മൈക്രോബയോളജി സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഫോർത്ത് സെമ്മിലും മൈക്രോബയോളജി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 സെമ്മായിട്ടാണ് മൈക്രോബയോളജിൻ്റെ ക്ലാസ്സസ് വരുന്നത്. അതായത് നമുക്ക് ലെക്ചർ ക്ലാസ്സും ഉണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഫസ്റ്റ് കുറച്ച് വീക്സ് നമുക്ക് പ്രാക്ടിക്കൽ ഇല്ല, ലെക്ചർ മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് ഇന്നുള്ളത് ലെക്ചർ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് 4th ബിൽഡിങ്ങിലാണ് കേട്ടോ ക്ലാസ് വരുന്നത്. 4th ബിൽഡിങ് കയറിയിട്ട് നേരെ 7th ഫ്ലോറിലാണ് നമുക്ക് മൈക്രോബയോളജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെ 7th ഫ്ലോർ എത്തി. സോ ഇവിടെയാണ് നമുക്ക് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. സോ ഇന്ന് ലെക്ചർ ആയത് കാരണം ലെക്ചർ റൂമിലാണ് കേട്ടോ ക്ലാസ് വരുന്നത്. അങ്ങനെ ലെക്ചറൊക്കെ തുടങ്ങി. നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന് ഒരു 15 to 16 സ്റ്റുഡൻസേ മാക്സിമം ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു ക്ലാസ്സിൽ. ബട്ട് ഇന്ന് ലെക്ചർ ആയതുകൊണ്ട് തന്നെ 4 ക്ലാസ്സസ് കമ്പൈൻഡ് ആയിട്ടാണ് ലെക്ചർ ക്ലാസ് വരുന്നത്. അങ്ങനെ ലെക്ചറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ടേക്ക് ഇറങ്ങി. ഇന്ന് നമുക്ക് മൈക്രോബയോളജി ക്ലാസ് മാത്രമേ ഉള്ളൂ, അതും ലെക്ചർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഹോസ്റ്റലിലേക്കാണ്. അപ്പോൾ റോഡിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് നമ്മൾ ടാക്സി ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആപ്പ് കാര്യങ്ങൾ അവൈലബിൾ ആണ് ടാക്സി കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടാക്സി വന്ന് ഇനി നേരെ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.